കൂടി സിദാവൂദ്, ഈ ഇസ്രായേലിൻ്റെ ഭാവി ഇനി എന്താകും? കാരണം ഇത് കേവലമായൊരു വെടിനിർത്തലല്ല, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഗസ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ വെടിനിർത്തൽ പ്രഖ്യാപനവുമല്ല. ഏറ്റവും കൂടുതൽ ബന്ദികളെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ആക്രമണം കൂടിയാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി അതിൽ തിരിച്ചു വരാനുള്ള 100ഓളം പേർ ആണ് എന്ന് പറയുന്നു. അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇത് ഇസ്രായേൽ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? നോക്കൂ അജിംസ്, ഇസ്രായേൽ അക്കാഡമിക് സർക്കിളുകളിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, അജിംസ് ചോദിച്ച അതേ ചോദ്യമാണ്. ഇസ്രായേലിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ്. ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഓഫ് ഇസ്രായേൽ എന്നുള്ളത് ഇസ്രായേലി അക്കാഡമിക് സർക്കിളിലെ ഒരു ബസ് വേർഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഏറ്റവും പ്രധാനിയായ ചരിത്രകാരൻ്റെ ഇലാൻ പപ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അപ്പോൾ അത് ഒരു വിചിത്രമായ കാര്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗസ എന്ന് പറയുന്ന കുഞ്ഞു പ്രദേശത്തെ ആക്രമിക്കുന്നു, 1,00,000-ഓളം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നു, അവരുടെ എല്ലാ മിലിറ്ററി മൈറ്റും അവിടെ പ്രദർശിപ്പിക്കുന്നു. എന്നതിന് ശേഷവും ഇസ്രായേലിന് അകത്ത് ഇസ്രായേലി മിലിറ്ററി സർക്കിളിൽ ഇസ്രായേലി പൊളിറ്റിക്കൽ എലീറ്റ്സിനിടയിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിചിത്രവും അത്ഭുതകരവുമായുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ വിട്ടുപോയ ഇസ്രായേലി പൗരന്മാരുടെ എണ്ണത്തിൽ 300% വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയ ഒരു സംഭവമാണിത്. അജിം സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ യുദ്ധമാണിത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇസ്രായേൽ എന്നൊക്കെ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഒരു സൊസൈറ്റി, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇസ്രായേൽ ഒറ്റക്കെട്ടായി യുദ്ധത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ യുദ്ധം തുടങ്ങിയ 1-ാം നാൾ മുതൽ ഇസ്രായേലി സൊസൈറ്റി സമ്പൂർണ്ണമായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. യുദ്ധം ഇപ്പോഴും ഇസ്രായേലിനകത്ത് ഈ ഹോസ്റ്റേജസിനെ, ഈ തടവുകാരെ വിട്ടയക്കുക, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുള്ള വലിയ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ സീസ് ഫയർ ഡീലിനെതിരെ, വെടിനിർത്തൽ കരാറിനെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇസ്രായേലി സൊസൈറ്റിയെ വിഭജിക്കുന്നതിൽ ഈ യുദ്ധം കാരണമായിട്ടുണ്ടെന്നുള്ളതാണ്. മിലിറ്ററി മൈറ്റ് കൊണ്ട് മാത്രം, ഈ അമേരിക്കയുടെ പിന്തുണ കൊണ്ട് മാത്രം ഈ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. രണ്ടാമതൊരു പ്രശ്നം, ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക, ഇസ്രായേലിനെതിരെ ആ ഗസയിൽ നിന്ന് വരുന്ന ഭീഷണി എല്ലാ കാലത്തേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. നോക്കൂ, യഹിയ സിൻവാറിനെ അവർ കൊന്നു. ഇന്ന് ഈ ഹമാസുമായി നടക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഗസയിൽ അത് ലീഡ് ചെയ്യുന്നത് ആരാണ്? യഹിയ സിൻവാറിൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സിൻവാറാണ്. അതായത് ഹമാസ് അവിടെയുണ്ട്, അതിന് ലീഡർഷിപ്പ് അവിടെയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം 15 ഇസ്രായേലി സൈനികരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഗസയിലെ ബെയ്ത്ത് ഹനൂനിലാണ് കൊല്ലപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. ബെയ്ത്ത് ഹനൂൻ എന്ന് പറയുന്നത് ഗസയുടെ തെക്കേ അറ്റത്തുള്ള ഇസ്രായേലിനുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഈ യുദ്ധം തുടങ്ങിയ 1-ാം ദിവസം ഇസ്രായേൽ അധിനിവേശം ചെയ്ത പ്രദേശമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇസ്രായേൽ അധിനിവേശം ചെയ്ത പ്രദേശത്താണ് ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേലിന് 15 സൈനികരെ നഷ്ടപ്പെട്ടത് എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ സെക്യൂരിറ്റി ത്രെറ്റ്, ഇസ്രായേലിനെതിരായിട്ടുള്ള സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കുക എന്ന കാര്യത്തിൽ അവർ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഗസ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേലിന് ഇനിയും ഒരു സുരക്ഷാ ഭീഷണിയായി തുടരുമെന്നാണ് അത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം, ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം സൈനികമായി പരിഹരിച്ചു കളയാം എന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ധാരണക്കേറ്റിട്ടുള്ള പ്രഹരമാണ് ഈ യുദ്ധം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. നേരത്തെ വിൻസെൻ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബന്ദികളുടെ മോചനത്തിൻ്റെ കാര്യം പോലും എടുക്കുക. ഈ നഗരം മുഴുവൻ തകർത്തിട്ടും, മുഴുവൻ കെട്ടിടങ്ങൾ തകർത്തിട്ടും, മുഴുവൻ ഉഴുതു മറിച്ചിട്ടിട്ടും ഇവർ ഈ 1.5 വർഷക്കാലത്തെ യുദ്ധത്തിനിടയിൽ അജിംസെ മനസ്സിലാക്കുക, വെറും 3 ബന്ദികളെയാണ് സൈനികമായി ഇസ്രായേലിന് മോചിപ്പിക്കാൻ സാധിച്ചത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുറേയധികം ബന്ദികളെ മോചിപ്പിച്ചിരുന്നു, അത് കരാറിലൂടെയാണ് മോചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബന്ദികളെ മോചിപ്പിക്കാൻ പോകുന്നു, അതും കരാറിലൂടെയാണ് മോചിപ്പിക്കാൻ പോകുന്നത്. ട്രില്യൺ കണക്കിന് ഡോളർ ചെലവാക്കി നടത്തിയ യുദ്ധത്തിൽ വെറും 3 ആളുകളെയാണ് സൈനിക നടപടിയിലൂടെ ഇസ്രായേലിന് മോചിപ്പിക്കാൻ സാധിച്ചതെന്ന് വരുമ്പോൾ
ഒരു വശത്ത് ഇസ്രായേലിൻ്റെ ദൗർബല്യത്തെയും മറുവശത്ത് ഹമാസിൻ്റെ ശക്തിയെയുമാണത് കാണിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ സൈനികമായി പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഫലസ്തീൻ പ്രശ്നം. അത് രാഷ്ട്രീയമായി നയതന്ത്രപരമായി പരിഹരിക്കേണ്ടതാണ്. ഫലസ്തീനികളുടെ സ്വയം നിർണയാവകാശം, സ്വാതന്ത്ര്യം, ഇതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇസ്രായേലിന് ഭാവിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഈ സൈനികമായ ആക്രമണത്തിലൂടെ ഹമാസിന് ഒരു പരിക്കുമേറ്റില്ല എന്ന് പറയാൻ കഴിയുമോ? ഹമാസിൻ്റെ ഒരു അംഗസംഖ്യ കുറഞ്ഞിട്ടുണ്ടാവില്ലേ? അവർക്കും വലിയ തിരിച്ചടി നേരിട്ടുണ്ടാവില്ലേ? നോക്കൂ, ഹമാസിൻ്റെ ചരിത്രം 1983 ഹമാസ് ഫോം ചെയ്യുന്നത്. ഹമാസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മാരകമായ ആക്രമണത്തെയാണ് അവർ നേരിടുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ സൈനികമായി ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു യുദ്ധമാണ് ഇതെന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയ, രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നു. ഗസയിലെ നേതാവ് യഹ്യ സിൻവാർ കൊല്ലപ്പെടുന്നു. മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നിട്ടുണ്ട്. ഹമാസ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ അതും നല്ലൊരു ശതമാനം നിശ്ചയമായും തകർക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആ നിലയ്ക്ക് സൈനികമായി ഹമാസിന് ഏറ്റവും മാരകമായ തിരിച്ചടിയേറ്റ യുദ്ധമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം നയതന്ത്ര രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നോക്കൂ, ഇന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമായി മാറ്റിയെടുക്കാൻ ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഫലസ്തീനെ വീണ്ടും പ്രതിഷ്ഠിക്കുവാൻ ഹമാസിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് സൈനികമായി വലിയ തിരിച്ചടിയും വലിയ നഷ്ടവും ആൾനഷ്ടവും എല്ലാം ഹമാസിനുണ്ടായിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം രാഷ്ട്രീയമായി നയതന്ത്രപരമായി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മുന്നേറ്റമുണ്ടാക്കിയ വർഷമാണ് കഴിഞ്ഞത് എന്നും കാണാൻ പറ്റും. ശരി.